അപ്പോൾ എനിക്ക് ഏറ്റവും ആദ്യം നമ്മൾ ഏതൊരു കഥയിലേക്ക് പോകുന്നതിന് മുമ്പ് ഏറ്റവും ആദ്യം എനിക്ക് ചോദിക്കാനുള്ളത്, വി-ഗാർഡ് 27ാമത്തെ വയസ്സിലാണ് തുടങ്ങുന്നത്, 1977. അതിനു മുൻപുള്ള ജീവിതം എന്തായിരുന്നു ചെറുപ്പകാലത്ത് ബിസിനസ് തുടങ്ങാനുണ്ടായ പ്രേരണ എന്തായിരുന്നു? ഇല്ല, ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴോ അല്ലെങ്കിൽ സ്കൂളിൽ പഠിക്കുമ്പോഴോ ഒരിക്കലും ഒരു ബിസിനസ്സുകാരനാവുമെന്ന് വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു. എൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം മുഴുവനും ഒരു സയൻറ്റിസ്റ്റ് ആവാനായിട്ടായിരുന്നു. നാട്ടിൻപുറത്ത് ജനിക്കുന്നു, അവിടുത്തെ പള്ളി സ്കൂളിൽ പഠിക്കുന്നു. അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂരും ഇരിഞ്ഞാലക്കുട സെൻറ് തോമസ് ക്രൈസ്റ്റ് അവിടെയൊക്കെ പഠിക്കുന്നു, പോസ്റ്റ് ഗ്രാജുവേഷൻ എടുക്കുന്നു. അപ്പോൾ ഫിസിക്സിൽ ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഞാൻ ആ സബ്ജക്റ്റ് തന്നെ മെയിനായിട്ട് എടുത്തു, അതിൽ പോസ്റ്റ് ഗ്രാജുവേറ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ആഗ്രഹം മുഴുവൻ ഏതെങ്കിലും നല്ലൊരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോലി കിട്ടുമായിരുന്നെങ്കിൽ വി-ഗാർഡ് ഉണ്ടാവില്ലായിരുന്നു. അങ്ങനെ ജോലികൾക്ക് ശ്രമിച്ചിരുന്നോ? തീർച്ചയായിട്ടും. ഞാൻ MSc കഴിഞ്ഞ ഉടനെ തന്നെ പല അപേക്ഷകൾ അയച്ചിട്ടുണ്ട്. നോട്ട് ഈവൻ MSc ഫിനിഷിനേക്കാളും മുമ്പ് തന്നെ പല അപേക്ഷകൾ അയച്ചിട്ട് നോക്കിയിട്ടുണ്ട്. അതിൻ്റെയൊക്കെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ISRO അല്ലെങ്കിൽ അപ്പോൾ അവിടെ നിന്നൊക്കെ റിജക്ഷൻ അത് നാച്ചുറലി, കാരണം ഞാൻ അത്രയൊന്നും ഇല്ലാന്ന്. കാരണം നമുക്ക് ആഗ്രഹം ഉണ്ടായാൽ പോരല്ലോ. ഞാനൊരു എബവ് ആവറേജ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു സ്റ്റേജിലും ഓരോ സമയത്തും ഒരു ഫസ്റ്റ് റാങ്ക് ഹോൾഡർ ഒരിക്കലും ആയിട്ടില്ല, പക്ഷേ എബവ് ആവറേജ് ആണ്. അപ്പം അങ്ങനത്തെ ഒരു പോക്ക് സ്കൂളിലും കോളേജിലും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പെർഫോം ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു. ജോലിയിലേക്ക് പോകണം, റിസർച്ചിലേക്ക് പോകണം എന്നുള്ള ആസ്പിറേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എങ്ങനെയാണ് അതിനുശേഷം ആദ്യം വേറൊരു ജോലി ചെയ്തിരുന്നല്ലോ, അപ്പോൾ ആ ജോലിയിലേക്ക് എങ്ങനെയാണ്? അപ്പോൾ അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MSc കഴിഞ്ഞ ഉടനെ എനിക്ക് ചെറിയൊരു ജോലി കിട്ടി. ഇപ്പം നാട്ടിൽ ഇങ്ങനെ ജോലിയില്ലാതെ നിൽക്കാന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്തൊക്കെ വലിയ സങ്കടമാണ്. അയ്യോ മോനെ ജോലിയൊന്നും ആയില്ലേ എന്നുള്ളൊരു സഹതാപം. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇന്നൊക്കെ നിങ്ങൾക്ക് ജോലി കിട്ടാൻ സാധ്യത കൂടുതലല്ലേ ചെറുപ്പക്കാർക്ക്. കിട്ടിയ ജോലിക്ക് പോയി. അപ്പോൾ അത് ട്രിവാൻഡ്രത്തായിരുന്നു. അപ്പോൾ അത് എന്ത് കമ്പനി ആയിരുന്നു? അത് ഇപ്പം ആ കമ്പനി ഇല്ല, പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല. അതെ, ചെറിയ കമ്പനിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു സൂപ്പർവൈസറി പോസ്റ്റ് ആയിരുന്നു. ഞാൻ ഏകദേശം 3 കൊല്ലത്തോളം അവിടെ വർക്ക് ചെയ്തു. ഒരു അഡ്വാൻറ്റേജ് കിട്ടിയത് അവർ പതുക്കെ എന്നെ പ്രൊമോട്ട് ചെയ്ത് അവരുടെ R&D ഡിവിഷനിലേക്ക്, അവരെ കൊച്ചി R&D ഡിവിഷനിലേക്ക് എന്നെ മാറ്റി. എന്ത് പ്രൊഡക്ട്സ് ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്? പല ഐറ്റംസ് ഉണ്ടായിരുന്നു, പലതരത്തിലുള്ള ബാറ്ററി ചാർജറുകൾ, പിന്നെ ഇൻക്ലൂഡിങ് സ്റ്റെബിലൈസർ ഒരു ഐറ്റം ആയിരുന്നു. അവർ അതിൽ അവർ വലിയ കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നില്ല. അപ്പോൾ 3 വർഷം എന്ന് പറയുമ്പോൾ 24 വയസ്സ് മുതൽ 27 വയസ്സ് വരെ അവിടെ വർക്ക് ചെയ്യായിരുന്നു. അപ്പോൾ അവിടെ വർക്ക് ചെയ്തതിന് ശേഷമാണ് വി-ഗാർഡ് തുടങ്ങാൻ ഇടയായത്. അപ്പോൾ പിന്നെ എന്ത് സംഭവിച്ചു? അപ്പോൾ അങ്ങനെ കോളേജിൽ നന്നായി പെർഫോം ചെയ്തു, മോശമല്ലാതെ പെർഫോം ചെയ്തു, അതിനുശേഷം ജോലിയിലേക്ക് പോയി. പിന്നെ ബിസിനസ് തുടങ്ങുക എന്നുള്ളത് എങ്ങനെയാണ് സംഭവിച്ചത്? ആ ഒരു തോട്ട് വന്നത്? ഇങ്ങനെ 3 കൊല്ലമായിട്ടും ആ സ്ഥാപനത്തിന് പുരോഗതി ഇല്ലാന്ന് മാത്രമല്ല, ചെറിയൊരു പുറകോട്ട് ഉണ്ടാവുമെന്ന് എനിക്കൊരു തോന്നല്. പുറകോട്ട് ഉണ്ടായിരുന്നു സാമ്പത്തികമായിട്ടും ബാക്കി ഒക്കെ. അപ്പോൾ എൻ്റെ ഭാവി ഒരു ചോദ്യചിഹ്നമായി. വേറെ ജോലി കിട്ടുന്നില്ല, എങ്ങനെയും ചാടാനായിട്ട് കിട്ടുന്നില്ല. പണ്ടൊക്കെ ജോലി കിട്ടാൻ വലിയ വിഷമമായിരുന്നു. അപ്പോൾ രണ്ടും കൽപ്പിച്ച് ഇത്ര ശമ്പളം കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്, അതിൻ്റെയൊക്കെ ബെറ്ററായിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള ഒരു അന്ധമായ വിശ്വാസത്തിൽ നിന്ന് തുടങ്ങിയതാണ്. അല്ലാതെ ഞാനൊരു MBA പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പലരും ചോദിക്കും ഇതിന് പ്രോജക്റ്റ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കിയിരുന്നു. ഇല്ല, ഒന്നുമില്ല. അതായത് ഒരു മനക്കണക്കെന്ന് പറയില്ലേ, അതായിരുന്നു. അതായത് അപ്പോൾ അവിടെ വർക്ക് ചെയ്തപ്പോൾ കണ്ട് മനസ്സിലാക്കി, അപ്പോൾ ആ ഇൻഡസ്ട്രിയെ പറ്റി കുറച്ച് മനസ്സിലാക്കിയപ്പോൾ അതിൽ സ്വയം ബിൽഡ് ചെയ്യാൻ പറ്റുന്നൊരു കോൺഫിഡൻസ് വരികയും അതിൽ നിന്ന് അത്യാവശ്യം മോശമല്ലാതൊരു റവന്യൂ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഉപജീവന മാർഗം ഉണ്ടാക്കാം എന്നുള്ള തോട്ടിൽ നിന്നാണ്. അന്നത്തെ എൻ്റെ ലക്ഷ്യം വീണ്ടും, അതായത് എനിക്കന്നൊരു 850 രൂപ ശമ്പളമായിരുന്നു, 850. അപ്പോൾ നിങ്ങൾ കളിയാക്കും, 850. പക്ഷേ ആ 850 രൂപ കൊടുത്താൽ അന്ന് 2 പവൻ കിട്ടും. 2 പവൻ എന്താ വില? 2 ലക്ഷത്തിന് അടുപ്പിച്ച് 1,10,000 വരും. അപ്പോൾ അതാണ്. അപ്പോൾ അതിനേക്കാളും ബെറ്ററായിട്ട് എനിക്ക് പറഞ്ഞ മാതിരി 50 സ്റ്റെബിലൈസർ ഉണ്ടാക്കി വിറ്റാൽ കിട്ടും എന്നുള്ള. ഞാൻ ബാച്ചിലറാണ്, കല്യാണം കഴിച്ചിട്ടില്ല എന്നുള്ളൊരു എടുത്തുചാട്ടം. ഇല്ല, പലപ്പോഴും പറയും നമ്മൾ ബിസിനസ്സുകൾ തുടങ്ങാൻ നമ്മൾ ഈ എടുത്തുചാട്ടങ്ങളിൽ നിന്നും നമ്മൾ അത്ര ബുദ്ധിപരമായി ചിന്തിച്ച് അളന്നു മുറിച്ചിരുന്നാൽ ചിലപ്പോൾ ബിസിനസ്സുകൾ തുടങ്ങാതെ പോയേക്കാം. പ്രശ്നങ്ങളായിരിക്കും കാണാൻ. പണ്ടത്തെ ആൾക്കാർ പറയും, ഒന്ന് വർമ്മ നോക്കിയാല് പശുവിന് തല്ലാൻ സ്ഥലം കാണില്ല, കാരണം എല്ലായിടത്തും വർമ്മ ഉണ്ട്.